ഒന്ന് സഹായിച്ചൂടെ? ഇവിടെ ഇങ്ങനെ വന്നിരിക്കാനാ വന്നിക്കണത്? മകളെ നോക്കാൻ വന്ന മകളെ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. എന്തെങ്കിലുമൊക്കെ തിന്നാനും കുടിച്ചാനൊക്കെ ഉണ്ടാക്കുകയൊക്കെ വേണം. ഇതെല്ലാവർക്കും വെച്ച് കളമ്പിട്ട് മനസ്സിന്റെ വേദന ആവല് തുടങ്ങിയിരിക്കുന്നു. ഈ പേരന്റെ ഉള്ളിൽ ഇമ്മാതിരി പരിപാടികളൊന്നും നടക്കൂല, ഞാൻ പറഞ്ഞുതരാം. എന്താണ് കേട്ടില്ല അമ്മ? അപ്പൊ നിങ്ങള് ഉമ്മ വന്ന് പറഞ്ഞൊക്കെ ഇതന്നെയാണ് ഇവിടുത്തെ സ്വഭാവമൊക്കെ. എന്റെ അവസ്ഥ ഒന്നും മനസ്സിലാക്കാൻ ആരുമില്ല. എല്ലാരും കണ്ട് അറിയുമ്പോഴൊക്കെ മനസ്സിലാവുള്ളൂ. ഉമ്മാന്റെ കുട്ടി ഒന്നും മുണ്ടണ്ട. അപ്പൊ എന്താണാവോ? ഞാൻ വിചാരിച്ചത് ഓൻ മരിച്ചാലെങ്കിലും ഓല് നല്ലപോലെ ഒന്ന് എന്നോട് സംസാരിക്കാരെന്നാണ്. ഇപ്പൊ 5 കാരനപ്പോ മരിച്ചിക്കണെന്നുള്ള ലെവലിലാണ് ഓല് വർത്താനം പറയണത്. അല്ലെങ്കിലും പെമ്മക്കളൊക്കെ അവസ്ഥ തന്നെയാണ്. ഉമ്മാന്റെ കുട്ടി എങ്ങനെയെങ്കിലൊക്കെ സഹിച്ചു പൊടിച്ച് നിക്ക്. കുട്ടികളൊന്ന് വലുതാവോളെങ്കിലും അത് കഴിഞ്ഞിട്ട് ഉമ്മാന്റെ കുട്ടിക്ക് ഒന്ന് പണിക്ക് പോകും എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇന്നെന്താച്ച പറഞ്ഞോട്ടാ എന്ന് വെച്ച് കാര്യാക്കണ്ട. വന്നിട്ട് തുള്ളി വെള്ളം എന്തേലും എടുത്ത് കുടിച്ച ഞാൻ അടുത്തരണ. ഞാൻ അടുത്ത് കുടിച്ചോളമ്മ. പടച്ചോനെ കുട്ടിയുടെ വിധി എന്താ ഇങ്ങനെ? എന്താ കാട്ടറമ്പ്? നല്ലപോലെ ജീവിക്കണേന്റെ ഇടയിൽ എന്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു വിധി വന്നത്. ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ആലോചിച്ചിരിക്കാതെ എന്തെങ്കിലും ഒക്കെ രണ്ട് വർത്താനം പറഞ്ഞോക്കാം. എത്ര വെച്ചിട്ട് ഇങ്ങനെ മുണ്ടാതെ ഇങ്ങനെ ഇരിക്കലേ? ഒന്നും എല്ലാരോടും ഒന്ന് വർത്താനം പറഞ്ഞാൽ തന്നെ എന്റെ മനസ്സ് ശരിയാവും. കുഞ്ഞുട്ടിയാണ് വിളിക്കുന്നത്. അന്നെന്താണ് ആ നേരം വൈകി വിളിക്കാന്? ഹലോ, എന്താ പണി? ഇവിടെ ഇങ്ങനെ ഇരിക്കാണ്. ആ ഓൾ അത് അവിടെ നൊലോളിച്ചിങ്ങാണ്ടിരിക്ക. ഓൾക്കിപ്പ അതല്ലാതെ പിന്നെ വേറെ എന്താ പണിയുള്ളത്? അനക്കിന്ന് പണിയില്ലേ? ആ, കുട്ടികളോ? വരുന്നുണ്ടാ? എപ്പളാ വരുന്നേ? ആ, അന്ന് ഇങ്ങോട്ട് പോരെന്നാല്. ആ, മഴയൊക്കെ പെയ്യുമ്പോത്തിന് ഇങ്ങോട്ട് പോരെ. ഞാൻ കുട്ടികളെ എത്തി. ഇല്ല, തിന്നിട്ടില്ല. ഓളിപ്പോ അതാ ഒരു തുള്ളി ചായന്റെ വെള്ളം എന്തോർത്ത് കുടിച്ചിങ്ങാണ്ട് ഇപ്പൊ ഇവിടെ തന്നെ വന്നിരിക്കണ്. ഓൾക്കൊന്നും തിന്നാനും കുടിച്ചാനും ഒന്നും വേണ്ട. ഞാൻ ഓളെ ഞാൻ ചീത്ത അറിഞ്ഞ് നടക്കാണ്. ആ കുട്ടികളെ കാര്യമെങ്കിലും